ഹലോ സോളെ, ഞാൻ ഇവിടെ ഉണ്ട്, വിളിക്കണ്ട. ഹലോ എല്ലാരും ഓഫ് ആയിട്ടുള്ളു. എന്ത് പറ്റി സോളെ, എന്ത് പറ്റി? മന്ദാരത്തിനും തിരക്കണം മന്ദാരം എല്ലാരും. എല്ലാരും മന്ദാരത്തിനാണ്. മന്ദാരം കംബാക്ക് ടു ബെല്ലാരി. മന്ദാരം ഇല്ലെങ്കിൽ ബെല്ലാരി ഇല്ലെന്ന് പറയുന്നത്. ലാസ്റ്റ് ദിവസം ബെല്ലാരിയിലേക്ക് തിരിച്ചു. എന്താ പറയാ? എടാ ഇപ്പൊ ആരൊക്കെ നിർത്തി കളിയാ? കേക്കട്ടെ. ഞാന് അതൊക്കെ എല്ലാരും നിർത്തണം. എല്ലാരും നിർത്തണം. നീ നാം പോയപ്പോ നിർത്തി. മന്ദാരം ഞാൻ നിർത്തി. കൂട്ടിയിട്ടില്ല ലിസ്റ്റില്. എന്താ നീ എട്ടെന്നോലോ അറിയത്തില്ല. ഓജി മെമ്പറാണ്, കളിയാക്കല്ലോ. ഐഫോൺ കോവിയുടെ തലപ്പത്തിരിക്കുന്ന ആളാ. എന്താ വിചാരിച്ചത്? ഐഫോൺ കോവിയുടെ തലപ്പൊക്കത്താ സ്റ്റീഫൻ. എടാ ഒന്ന് വായി വിട്ടു, ഇതൊന്നും റിവീലാക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ സാക്ക് എവിടെ കളിയാ? സാക്ക് സംസാരിച്ചെല്ലാം പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാം ഒരു പറഞ്ഞു കാണുമല്ലോ. അപ്പൊ പിന്നെ എന്താണ് ഇപ്പൊ ഒരു ഏകദേശം എത്ര വർഷമാടാ? 4 വർഷം കഴിഞ്ഞില്ലേ? 5 വർഷം. ഓൾമോസ്റ്റ് 5 വർഷമായല്ലേ? ടി വി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒന്നായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ റീസൺസ് ഒക്കെ പറഞ്ഞില്ലേ നിങ്ങള്? മെജോറിറ്റി ഓഫ് ആൾക്കാർ ഓജി ആയിട്ടുള്ള എല്ലാരും നിർത്തുന്ന കാര്യം അതൊക്കെ പറഞ്ഞോ? പറഞ്ഞു. ഓക്കെ. നമുക്ക് എപ്പോഴും ഈ ഒരു RP ജേണിയിനകത്ത് ഒരിക്കലും മാറ്റി നിർത്താനും മറക്കാനും പറ്റാത്ത ഒരു വലിയൊരു ഭാഗമാണ് ബെല്ലാരി എന്ന് പറയുമ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പാർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മളെ ടി വി സ്റ്റാർട്ടായപ്പോൾ തൊട്ട് ഇവിടെ എത്തുന്ന വരെ നമ്മുടെ എല്ലാ ഡൗൺ ടൈമിലും എല്ലാ നല്ല ടൈമിലും എല്ലാ മോശം ആയിട്ടുള്ള ടൈമിലും 2 ടൈമിലും ഫുള്ള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ഇവരെല്ലാവരും. നമ്മുടെ എന്താണ് നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അല്ലാതെ ഇരുന്ന സമയത്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടാണേലും അല്ലാതെ എന്ത് രീതിയിലുള്ള സപ്പോർട്ടാണേലും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവരെ നമുക്ക് വേണ്ടി ചെയ്തത് ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അവർ നിർത്തുന്നതെന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ട് ബെല്ലാരിയുടെ അകത്തുള്ള ഓജി ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഓരോരുത്തരായിട്ട് നിർത്തി തുടങ്ങി. അപ്പം പിന്നെ അവരില്ലാതെ പിന്നെ ബെല്ലാരി എന്ന് പറയുന്ന ഒരു പേരിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അവർ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒട്ടും സന്തോഷമില്ലാത്തൊരു കാര്യം, എന്നുവെച്ചാൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരെടുക്കുന്നൊരു ഡിസിഷനാണ്. എന്ത് പറയണമെന്ന് പറഞ്ഞൂടെ. കാരണം ഇവരൊക്കെ ഇതിൽ ഒരുപാട് പേര് നമ്മുടെ മനസ്സിലായി. എനിക്ക് അത്ര പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതും എനിക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള കുറേ അധികം ആൾക്കാരുള്ളൊരു ഗ്യാങ്ങാണ്, ഒരു ഫാമിലിയാണ്. അപ്പം നമ്മുടെ കൂടെ ഇത്രയും നാളും നമ്മുടെ കൂടെ എല്ലാത്തിനും നിന്നതിനും നമ്മുടെ ഡൗൺ ടൈമിലാണേലും നമ്മുടെ അപ്പ് ടൈമിലാണേലും ഏത് നല്ലൊരു ടൈമിലാണേലും നിങ്ങൾ കൂടെ നിന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എൻ്റെ സൈഡിൽ നിന്നും. ഇത്രയും നാളുണ്ടായിരുന്ന എല്ലാവരുടെയും കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ടി വിയുടെ സൈഡിൽ നിന്നാണേലും അതേപോലെ ഡയോസിൻ്റെ സൈഡിൽ നിന്നാണേലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഗ്യാങ്ങുകളിൽ ഇവിടെ വരെ എത്താനായിട്ട് അതിൻ്റെ ഒരു റീസണും കൂടി. അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും, ഒരുപാട് താങ്ക്സ്. ആൻഡ് ഇനി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. എന്തെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റിൽ ഇത് തിരിച്ച് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു തിരിച്ച് വരാൻ പറ്റുന്നൊരു ടൈം കിട്ടുവാണ്. എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ മാറി തിരിച്ച് വരാനുള്ളൊരു ടൈം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളന്ന് തിരിച്ച് വരണം. എല്ലാവരും തിരിച്ച് വരണം. കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണുന്നവരായിട്ടുള്ളവരുണ്ട്. അതുപോലെ നിങ്ങളെ കൂടെ കളിക്കുന്നവരാണേലും നിങ്ങളെ അറിയുന്നവരാണേലും ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഒരു നല്ലൊരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ച് വരാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈം വരുവാണെങ്കിൽ അപ്പം നിങ്ങൾ തിരിച്ച് വരണം. എല്ലാവരും കൂടി ഉള്ളൊരു സമയം
എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പേഴ്സണൽ ലൈഫിലുള്ള എല്ലാ ഇഷ്യൂസും ഒക്കെ മാറുന്നൊരു ഉള്ളൊരു ടൈമാകുമ്പോൾ നിങ്ങളെല്ലാവരും വരണം. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നല്ലൊരു കൂട്ടം ഒരു കൂട്ടം ആൾക്കാരെന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് ആ ഒരു സ്ഥാനം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഉറപ്പാണ്. വേറെ എന്തോ പറയണമെന്ന് അറിഞ്ഞുവിടാ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് താങ്ക്സ്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വെല്ലാരി എന്ന് പറയുന്നൊരു ഗ്യാങ്ങിന്. അതേപോലെ രായനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, രായനാണ് ഇവിടം വരെ ഇതെല്ലാം കൊണ്ടുവന്ന. രായൻ്റെ ആ ഒരു എന്താണ് ഒരു ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു സംഭവം അവൻ ഉണ്ടാക്കിയെടുത്തത്. ഇതിൽ നിന്നാണ് ഒരു 2 ഗ്യാങ്ങുകൾ വീണ്ടും ഉണ്ടായി, ഒരു ബെല്ലാരി ഒരു അന്തേരി ഉണ്ടായി. അപ്പം ഇപ്പം ഇതൊരു നിർത്തേണ്ട ഒരു ടൈം വന്നെങ്കിൽ നാളെ ഒരു ടൈമിൽ തിരിച്ച് എല്ലാം ഓക്കെ ആക്കി രായൻ്റെ കൂടെ തന്നെ നിങ്ങൾ വരുന്നൊരു ടൈം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു. എനിക്കൊട്ടും വയ്യ, അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ഒരുപാട് സംസാരിക്കാതെ. വേറെ ഒന്നുമില്ലടാ, എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു ഉറങ്ങുമായിരുന്നു, വന്നോന്ന് അറിയില്ല. എടാ വലിയ എവിടാ? ഞാനുണ്ട് നീ കേൾക്കുന്നുണ്ട്. എന്തൊന്നും മിണ്ടാത്ത? നീയല്ലടാ സംസാരിക്കും, നീ സോള് സംസാരിക്കും. സംസാരിച്ച് കഴിഞ്ഞ് സിറ്റിയില് വന്നപ്പോ ആദ്യം പരിചയപ്പെട്ടത് സുഗുണനെ. ആദ്യം കേറിയ ഗ്യാങ്ങും ബെല്ലാരി. ആദ്യം പെട്ടത് സൂണന്റെ അടുത്താന്ന്. പിന്നെ എന്താ ഒന്നും പറയാൻ കിട്ടണല്ലേ. പിന്നെ കൈക്കൂലി മേടിച്ച 5 ലക്ഷം ഞാൻ എപ്പോഴും തരാട്ടോ. അതന്നെ, ബെല്ലാരി കയറ്റ കൈക്കൂലി മേടിച്ചത് സ്റ്റീഫൻ. കൊറേ ഉണ്ട് അങ്ങനെയാണ്. പക്ഷെ പറഞ്ഞ പോലെ എല്ലാരും പോവുക, പിന്നെ അപ്പൊ ആ പേര് വെറുതെ ആയിപ്പോവും. വേണ്ട. ഞാൻ എപ്പോഴും പറയണ പോലെ ചുമ്മാ ഒരു ഗ്യാങ് ലിസ്റ്റ് ഇട്ട് തുടങ്ങിയ ഒരു ഗ്യാങ് അല്ല ബെല്ലാരി. വന്നതിന് അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്ത്. പിന്നെ ഒരു ഡൗൺ ടൈം വന്ന് ആഗ്രഹിച്ച പോലെ ഒരു എൻഡിങ് അല്ല, ഇങ്ങനെയല്ല ആഗ്രഹിച്ചത്. പക്ഷെ എല്ലാം ആഗ്രഹിച്ചാലും നടക്കൂല. അത്രയാണ്. എന്നലൊക്കെ തിരിച്ചു എല്ലാം സെറ്റായി എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരും. കുറച്ച് ടൈം എടുക്കും. അതെ, സ്റ്റീഫൻ അപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഞാനുണ്ടാവും 6 മാസം പിന്നെ ലീവില്. 6 മാസം. സുനി വിസിയിലുണ്ടോ? സുനിയൊക്കെ വിളി. സുനി സാറിനുണ്ടല്ലോ, സുനി വിസി വേണം. ഞാൻ വിസിലുണ്ട്. ഹലോ സുനി പറ. സുനി എന്താ പറയാനുള്ള? സുനി അമ്മ ഞാൻ സത്യം പറഞ്ഞ അറിഞ്ഞില്ല, അതാണ് വേറൊരു കേസ്. അപ്പച്ചി ഫസ്റ്റ് എന്റെ ഫസ്റ്റ് ഗ്യാങ് എന്ന് പറയാൻ പറ്റില്ല. ഗ്യാങ്ങിന് മുമ്പായിരുന്നു ആക്ച്വലി രായണ്ണനെ ബെല്ലാരിയിലോട്ട് വിളിക്കണേ. സിറ്റിയിൽ മറ്റേ ചുമ്മാ നിൽക്കുമ്പോ വല്ലവരും വന്ന് മറ്റേ അടിച്ചിട്ട് പോകുമ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നീ ബെല്ലാരി ഇരിന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു 6-7 പേരുണ്ടായിരുന്നു ബെല്ലാരിക്കകത്ത്. ഗുലാന്, വാറുണ്ണി, ഇവരെല്ലാരും ഒക്കെ കൂടി ഉണ്ടായിരുന്ന ഒരു കൊച്ചു ഫാമിലി പോലെ ആയിരുന്നു. അങ്ങനെ അന്നാണെങ്കിലും ഭയങ്കര ഇതൊക്കെ തന്നെയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ടിവിനോട് ക്ലോസ് ആയി. രാണന്റെ ഗ്യാങ് ആണ്, അതുകൊണ്ട് രാണന്റെ അടുത്തുള്ള കലിപ്പൊക്കെ നമ്മളെടുത്ത് വന്ന് കുറെ തീർക്കൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയിട്ട് പിന്നെ ഒരു ഗ്യാങ് ആയി മാറി. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് ആണെങ്കിലും ശരി, ആ ഒരു പേര് ഹോൾഡ് ചെയ്യിക്കാൻ, ബെല്ലാരി എന്ന് പറഞ്ഞ പേര് ഹോൾഡ് ചെയ്യിക്കാൻ വേണ്ടി അത്രയും എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വന്നവരാണെങ്കിലും സുഗുണൻ, കുറെ അങ്ങനെ ഭയങ്കര ഒരു ജേണിയാണ്. എല്ലാവരും വന്ന് ഓരോ മുഖങ്ങൾ ഇങ്ങനെ കണ്ടു പോവും. നമ്മളീ ഒരു 5-5.5 വർഷത്തിന്റെ ഒരു അകത്ത് തന്നെ എല്ലാവർക്കും ഓരോരോ കണക്ഷൻ ഉണ്ടാവും, പറയാനും കാര്യങ്ങളും പണ്ട് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള. അപ്പോ നിർത്തുവാന്ന് പറയുകയാണെങ്കിലും എല്ലാവരും ഉള്ളിലും, അതുപോലെ ബെല്ലാരിയായിട്ട് ഉണ്ടാക്കി വെച്ച പേര്, അതിൻ്റെ അകത്തുള്ള ബന്ധങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. എനിക്കത് പറയാനുള്ളൂ.
ഗുലാന വിളികളാ. ഗുലാന അലീൻ ചേച്ചി. അല്ല ചേച്ചി ഇവിടെ വേറെ ഒന്നും ഇല്ല. തിരിച്ചു വരാൻ ഒരു അവസരം കിട്ടിയാൽ എല്ലാവരും തിരിച്ചു വരും, അത്രേ ഉള്ളൂ. പിന്നെ ഗെയിമാണ്, അറിയാം, എല്ലാവർക്കും അവരുടെ ഫ്യൂച്ചറും കാര്യങ്ങളും ഒക്കെ നോക്കണം, എല്ലാം അറിയാം. പക്ഷെ ഇതൊരു സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, ഇനി ഒരു ചാൻസ് കൂടെ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരെയും മിസ് ചെയ്യും. എല്ലാവരെയും മിസ് ചെയ്യും. 4 വർഷം ആവാറായില്ലേ എൻ്റെ. അപ്പം എന്തായാലും എല്ലാവരെയും മിസ് ചെയ്യും. കുറേ കമ്പനികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എല്ലാവരെയും മിസ് ചെയ്യും. ഒരവസരം തിരിച്ചു വരാൻ കിട്ടിയാൽ എല്ലാവരും വരിക, അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ് ഗൈസ്, അത്രേ ഉള്ളൂ. സോളെ ഗുലാൻ ഉണ്ടോ അവിടെ? അടിയില് അണ്ണൻ ഉണ്ടാർക്കണ പറഞ്ഞെങ്കിലും എന്നാ പറ. അണ്ണ ഇമോഷണലായി. അണ്ണ ഇനി ആരെ തെറി വിളിക്കും? സ്റ്റീഫന്റെ നമ്പർ എടുത്ത് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഒബീറ്റും ഉണ്ട്, ഒബീറ്റെല്ലാം വിളിച്ചാൽ മതി. വിളിച്ചാൽ കിട്ടുക യു കെയിലല്ലേ? യു കെയിലെ അല്ല അത് ഞാൻ ഡെയിലി കേൾക്കുന്നുണ്ട് ഇത്. ഒരുപാട് മിസ്സായടാ. ഓക്സിയൊക്കെ ഉറങ്ങാൻ തോന്നുന്നു. ഓക്സിനെ വിളിക്കണം. ഓക്സി ഫുക്രി. ഫുക്രിയൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു. ഫുക്രിയും വിളിച്ചാൽ പോലും കിട്ടൂല ഇപ്പൊ. മന്ദാരമൊക്കെ നമ്മുടെ ലൈക്ക് എന്താ പറയുന്നത്, ഇത്രയും ലൈക്ക് ആ ഒരു സമയത്ത് വന്നിട്ട് ഒരുപാട് ബെല്ലാരിക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ്, സത്യം പറയാലോ. ഒരുപാട് ലൈക്ക് അവര് നമ്മളിപ്പോ നിക്കുന്നത് തന്നെ യുവമാരിലുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടായി. ഗുല ഉറക്കമായിരുന്നു ഞാൻ വിളിച്ചപ്പം. വരാന്ന് പറഞ്ഞ് കണ്ടില്ല. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞൂടാ. നിങ്ങൾക്ക് ഇതൊരു രാവിലെ ലൈവ് ഇട്ട് സംസാരിക്കായിരുന്നു. അർദ്ധരാത്രി എല്ലാരും ഫ്രീ ആവാ. സത്യം രാവിലെ ആർക്കും ബോധം പോലും ഉണ്ടാവില്ല. രാവിലെ ഓട്ടത്തിലാ, ഓട്ടം. ഉറങ്ങുന്ന സമയ എന്ന് വെച്ചാല് ബെല്ലാരിക്ക് കുറേ വ്യൂവേഴ്സ് ഉണ്ട്, ഇത്രയൊന്നും അല്ല, അതുകൊണ്ടാ പറഞ്ഞേ. എന്തായാലും ചൂടില്ലേ? എന്തായാലും ഇതൊക്കെയാണ് ഗൈസ് റീസൺ, അല്ലാണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ കുറച്ച് ഫ്യൂച്ചറും കാര്യങ്ങളായിട്ട് പോകുന്നു, അതുകൊണ്ട് മാത്രമാണ് നിർത്തുന്നത്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. മേ ബി തിരിച്ചു വന്നേക്കാം എല്ലാരും. ജോലി കിട്ടി എല്ലാരും ഒന്ന് ലൈഫ് സെറ്റിലായി ടൈം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തിരിച്ചു വരും, ഉറപ്പാണ്.
എല്ലാരും സൈലന്റ് ആ ഹക്കായി രണ്ട് വാക്ക്. സുജേതിക്ക 2 വാക്ക് പറയേണ്ടതാണ്. എനിക്കൊന്നും പറയാനില്ല ബ്രോ. അങ്ങനെ പറഞ്ഞാത്തവര് മറ്റേ സംഭവത്തിന് ട്രോമ ലോക്കിയോ പേരൊക്കെ ഇവ വിടറാ ചേട്ടാ ഇവയില്ലേ എടാ ലോക്കിയുടെ പേര് നോക്ക്. ഇവ നിനക്കെന്താ പറയാനുള്ളത്? ഞാൻ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഗ്രൂപ്പില് റിട്ടയർ ആയിരുന്നു. നമ്മള് നേരത്തെ ആണല്ലേ. ഞാനാ ഫസ്റ്റ്. അപ്പൊ സെക്കൻഡ് സീസണില് റിക്രൂട്ടർ ആയതോ? അപ്പൊ ഞാനാ ഫസ്റ്റ്. നീ ഫസ്റ്റ് അല്ല, നീ 90s. ഓടാ ഫസ്റ്റ് ഞാനാ. അഭിമാനത്തോടെ എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു ഇത് നടക്കുമെന്ന കേസല്ലെന്ന്. അതാ ഞാൻ ഓടി ആദ്യമേ. 2 വർഷം മുന്നേ മനസ്സിലായല്ലേ? ദീർഘവീക്ഷണം ആളിയാ. ബിസി ലൈഫ്. ഇത് ചോറ് ലൈഫ് ബിസി ആവും. ഒരു അരി നീ എല്ലാ മാസം മേടിച്ചു തരാണ്. നീ എനിക്ക് ഫുഡ് തരാണ്, ഞാൻ കളിച്ചോളാം, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാരും ഇപ്പൊ ഇവിടെ ഇരുന്ന് കളിക്കൂലേ? പൊട്ടനാടാ നീ. ഈ യുകെയില് കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് കറങ്ങിത്തിരിഞ്ഞ് എന്റെ അടുത്തോട്ട് എഴുതിയതിന് നീ ഒരു മാഗ്നറ്റ് ആണോ? മാഗ്നറ്റ്. സായിപ്പൊക്കെ നല്ല ബന്ധത്തിലാ. ചുമ്മാ കളിക്കല്ലേ. ഞാൻ വീണ്ടും പറയണ, ഗെയിമില് പല ആൾക്കാരായിട്ട് അടി വഴക്കം എല്ലാം ഉണ്ടായിട്ടുണ്ട്, തെറിവിളി എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഗെയിമിൽ തന്നെയാണ്, അതൊന്നും മനസ്സിൽ വെക്കരുത്. ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്നിട്ട് വന്ന് കാലുകുത്തി തീർന്ന്. വിഷമൊന്നുമില്ലല്ലേ? ലീഡർ ആക്കണമെന്നൊക്കെ വെച്ചാടാ, പക്ഷെ എന്ത് ചെയ്യേ. കയ്യെ കളിച്ചില്ല. പക്ഷെ സ്പ്ലിറ്റ് ആവരുത്. എടേ ഞങ്ങള് പറഞ്ഞല്ലോ, ഇപ്പൊ സ്പ്ലിറ്റ് ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RP നിർത്തിയ അതേ ഉള്ളു. ജസ്റ്റ് നമ്മൾ RP ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതിൽ കുറെ പേര് RP നിർത്തി, ടോട്ടലി നിർത്തി. ഞാനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു 5. ബട്ട് ഞങ്ങളിപ്പോഴും മറ്റേ PUBG അങ്ങനത്തെ കുറച്ച് ഗെയിംസ്, വാലോ ഒക്കെ ഇന്നോട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അപ്പൊ ഞങ്ങള് VC-ലൊക്കെ ഉണ്ട്. ഞങ്ങള് തമ്മിൽ കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് PUBG ഒക്കെ ഗ്രൈൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. RP നിർത്തി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്പ്ലിറ്റ് ആയി അല്ലെങ്കിൽ അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അങ്ങനത്തെ ഒരു സംഭവം അല്ല. ലൈവാ പോയോ?